ഹലോ, ആരൊക്കെയാണ് കഥ കേൾക്കാൻ വന്നിരിക്കുന്നത്? കഥകൾ കേൾക്കാൻ നല്ല രസമാണ് അല്ലേ? അപ്പോൾ ഇന്നും ഞാനൊരു കഥയായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് പറയാൻ പോകുന്ന കഥ നമ്മൾ ഇതിനു മുന്നേ പറഞ്ഞിരിക്കുന്ന മോശയുടെ ജീവിതത്തിൽ നടന്ന കഥ തന്നെയാണ്. മോശയുടെ ജീവിതത്തിൽ ദൈവം കാണിച്ച ദൈവത്തിൻ്റെ ശക്തി എന്താണ് എന്ന് കാണിച്ച ഒരു കഥയാണ് ഇന്ന് പറയാൻ പോകുന്നത്. നമ്മൾ ആരാണ് സ്ട്രോങ്, ആരാണ് ശക്തൻ എന്ന് പലപ്പോഴും അങ്ങനെയുള്ള മത്സരങ്ങൾ ക്ലാസ്സിലൊക്കെ നമ്മൾ നടത്താറുണ്ടല്ലേ. മസിലൊക്കെ പിടിച്ച് അല്ലെങ്കിൽ ഇടിച്ച് അങ്ങനെയൊക്കെ രീതിയിൽ നമ്മൾ ശക്തി, എല്ലാം വെയിറ്റുള്ള സാധനം പൊക്കി ഞാനാണ് ഭയങ്കര ശക്തൻ എന്നൊക്കെ പറയാറുണ്ടല്ലേ. പക്ഷേ പലപ്പോഴും നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോഴും നമ്മുടെ ദൈവത്തിന് എത്രമാത്രം ശക്തിയുണ്ടെന്ന് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ കഴിവും ഒരിക്കലും ഒരു മനുഷ്യൻ കണ്ടുപിടിച്ച ഒരു കാര്യങ്ങൾക്കോ ഇന്നുവരെയും മറികടക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ച് പറയുന്ന ഒരു കഥയാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ കഥ തുടങ്ങാം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് മോശയെക്കുറിച്ചാണ്. നമ്മൾ ഇതിനു മുന്നേ മോശയുടെ 2 കഥകൾ കേട്ടിരുന്നു. മോശ ജനിച്ചു, ഫറവോൻ്റെ കൊട്ടാരത്തിൽ ജീവിച്ചു, അതിനുശേഷം അവിടെ വെച്ച് തെറ്റുകൾ ചെയ്ത് ഫറവോൻ്റെ കൊട്ടാരത്തിൽ നിന്ന് മോശ ഓടിപ്പോയി. പിന്നീട് ഒരു ആടിനെയൊക്കെ നോക്കുന്ന ഒരു കുടുംബത്തിൻ്റെ കൂടെ അവരെ ഹെൽപ്പ് ചെയ്തു. അങ്ങനെ മോശയ്ക്ക് ആ കുടുംബത്തിൽ നിന്ന് ഭാര്യനെ കിട്ടി. ഫറവോൻ്റെ കൊട്ടാരത്തിൽ മിസ്രൈമിലുണ്ടായിരുന്ന മോശ അവിടെ നിന്ന് ഓടിപ്പോയി മിദ്യാനിൽ അവൻ്റെ കുടുംബമായിട്ട് ഇരിക്കുമ്പോൾ ഒരിക്കൽ മോശ തനിക്കുള്ള ആടുകളെ മേയ്ക്കാൻ വേണ്ടി നടക്കുകയായിരുന്നു. അപ്പോൾ ആടുകളെ മേയ്ക്കുന്നത് എന്താണെന്നുള്ളത് ഇതിനു മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ആട് നോക്കുന്ന ആൾക്കാരെ നമ്മൾ പറയുന്ന പേര് ആട്ടിടയന്മാരെന്നാണ്. ആടുകളെ മേയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആടിന് വിശക്കുമ്പോൾ കഴിക്കാൻ വേണ്ടിയുള്ളതിന് പുല്ല് കാര്യങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി ഈ ആട്ടിടയന്മാർ ആടിനെയും വെച്ചുകൊണ്ട് നോക്കിക്കൊണ്ട് റോഡുകൾ അല്ലെങ്കിൽ പുല്ലുകൾ ഉള്ള സ്ഥലത്തേക്കിടെ നടക്കും. അപ്പോൾ ഇത് നടന്ന് പോണ വഴിയിൽ ആട് പുല്ല് കാണുമ്പോൾ അവിടെ നിന്ന് പുല്ല് തിന്നും. അങ്ങനെ ആടുകൾ മുന്നോട്ട് പോകും. ഈ ആട്ടിടയന്മാർ അവരെ കൊണ്ടുപോകും. അങ്ങനെ മോശ ആടുകളെ മേയിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുകയായിരുന്നു മിദ്യാനിൽ. അങ്ങനെ കുറേ മോശ നടന്നു കഴിഞ്ഞപ്പോൾ മോശ ഹോരേബ് പർവ്വതത്തിൻ്റെ അവിടെ എത്തി. പർവ്വതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൗണ്ടൻ, വലിയ ഒരു മലയുടെ അടുത്ത്, ഹോരേബ് എന്ന് പറയുന്ന മലയുടെ അടുത്ത് മോശ എത്തി. അവിടെ വെച്ച് ഈ മലയുടെ അവിടെ വെച്ച് മോശയ്ക്ക് ഒരു ദൂതൻ, ഒരു ദൈവത്തിൻ്റെ ദൂതൻ, ഒരു ഏഞ്ചൽ വന്ന് മോശയ്ക്ക് പ്രത്യക്ഷനായി. മോശയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് അതെങ്ങനെയാണ് പ്രത്യക്ഷപ്പെട്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പർവ്വതത്തിൻ്റെ അവിടെ ഒരു മുൾപടർപ്പുണ്ടായിരുന്നു. എന്താ ഉണ്ടായിരുന്നത്? മുൾപടർപ്പ്. അപ്പോൾ ഈ മുൾപടർപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് മക്കൾ ചിന്തിക്കേണ്ടാവും അല്ലേ. മുൾപടർപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുള്ള്, ഇങ്ങനെ നിറയെ മുള്ളുകളായിട്ടുള്ള ചെടിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചേർന്ന് നിൽക്കുന്ന ഒരു സ്ഥലം. അപ്പോൾ അതിനാണ് മുൾപടർപ്പ് എന്ന് പറയുന്നത്. അപ്പം ഈ മുൾപടർപ്പ് നടുവിൽ നിന്ന് എന്തുണ്ടായി? വലിയൊരു തീ ഉണ്ടായി. അപ്പോൾ ഈ മുൾപടർപ്പിൻ്റെ നടുവിൽ നിന്ന് തീ ഉണ്ടായി. ആ തീയിലാണ് ഈ ദൂതൻ മോശയ്ക്ക് പ്രത്യക്ഷനായത്. എങ്ങനെയാണ് ഈ ദൈവത്തിൻ്റെ ദൂതൻ മോശയ്ക്ക് പ്രത്യക്ഷനായത്? മുൾപടർപ്പ് നടുവിൽ തീ ഉണ്ടായി. ആ തീയിലൂടെയാണ് ഈ ദൂതൻ മോശയ്ക്ക് പ്രത്യക്ഷനായത്. എന്നിട്ട് ഈ മോശ ഇത് കണ്ടു കഴിഞ്ഞിട്ട് മോശ നോക്കി. അപ്പോൾ ഈ ഇങ്ങനെ ഒരു മുൾപടർപ്പ് നിൽക്കുന്നു, തീ പിടിച്ച് കത്തുന്നുമുണ്ട്. മുൾപടർപ്പ് ഇങ്ങനെ കത്തുവാണ്. ഓക്കെ, നമ്മൾ സാധാരണ എന്തെങ്കിലും സാധനം തീയിലിട്ട് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? തീയിൽ അത് ഇങ്ങനെ കത്തും അല്ലേ. ഇപ്പം എന്തെങ്കിലും ഒരു പേപ്പർ നമ്മൾ കത്തിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ആ തീ ആ പേപ്പറിനെ മൊത്തം കരിച്ച് കളയും. പിന്നെ പേപ്പർ എന്ന് പറയുന്ന സാധനം അവിടെ ഉണ്ടാവില്ല. അപ്പോൾ തീയിൽ എന്ത് സാധനം ഇട്ടാലും അങ്ങനെ തന്നെയാണ് അല്ലേ. പക്ഷേ ഇവിടെ മോശ നോക്കിയപ്പോൾ ഈ മുൾപടർപ്പ് കത്തുന്നുണ്ടെങ്കിലും മുൾപടർപ്പിന് യാതൊരു വിധമായ കുഴപ്പമില്ല. പക്ഷെ തീയും കത്തുന്നുണ്ട്. അപ്പോൾ അതെന്താണെന്ന് നോക്കാൻ വേണ്ടി, ഇതെന്തുകൊണ്ടാണ് ഈ മുൾപടർപ്പ് തീയിൽ നശിച്ചു പോകാത്തത്, എന്താണ് മുൾപടർപ്പിന് പറ്റിയത് എന്ന് നോക്കാൻ വേണ്ടി മോശ മുൾപടർപ്പിൻ്റെ അടുത്ത് എത്തി. എവിടെ മോശ എത്തി? മുൾപടർപ്പിൻ്റെ അടുത്തോട്ട് മോശ നടക്കാൻ തുടങ്ങി. മോശയ്ക്ക് അത്ഭുതം തോന്നിയിട്ടാണ് മോശ അങ്ങനെ ചെന്ന് നോക്കിയത്. മോശ അടുത്തോട്ട് ചെല്ലുമ്പോൾ ആ മുൾപടർപ്പിൻ്റെ നടുവിൽ നിന്ന്
ദൈവം മോശേനെ വിളിച്ചു. മുൾപ്പടർപ്പിൻ്റെ നടുവിൽ ആ തീയിൽ നിന്ന് ദൈവം മോശേനെ വിളിച്ചു. മോശെ മോശെ എന്ന് വിളിച്ചു. അപ്പോൾ ഈ വിളി മോശ കേട്ടു. ഇതാ ഞാൻ എന്ന് പറഞ്ഞു. വിളി മോശ കേട്ടത് കൊണ്ടാണ് മോശ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ മോശ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ദൈവം മോശയുടെ അടുത്ത് പറഞ്ഞു, നീ ഈ തീയുടെ അടുത്തോട്ട് വരരുത്, കാരണം നീ നിൽക്കുന്ന സ്ഥലം വളരെ വിശുദ്ധമായ സ്ഥലമാണ്. വിശുദ്ധ എന്ന് പറഞ്ഞാൽ വളരെ വിശുദ്ധമായ സ്ഥലമാണ്. അതുകൊണ്ട് കാലിൽ ഉള്ള ചെരുപ്പ് അഴിച്ചു കളക എന്ന് പറഞ്ഞു. ഞാൻ അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും നിന്റെ പിതാവിൻ്റെ ദൈവം ആകുന്നു എന്ന് ദൈവം അരുളി ചെയ്തു. മോശ ഇത്രയും കേട്ടപ്പോൾ ദൈവത്തിൻ്റെ മുഖത്തോട്ട് നോക്കുവാൻ മോശയ്ക്ക് ഭയം വന്നു. അതുകൊണ്ട് മോശ എന്ത് ചെയ്തു? മോശയുടെ മുഖം മൂടി. അപ്പോൾ ഈ തീയിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് മോശ നോക്കാൻ ചെന്നപ്പോഴാണ് ഇതൊക്കെ സംഭവിച്ചത്. ദൈവം മോശേനെ വിളിക്കുന്നതും ആരാണ് ദൈവം എന്നുള്ള എല്ലാം മോശയുടെ അടുത്ത് ദൈവം പറയുവാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ മോശ മുഖം മൂടി. അതിനുശേഷം ദൈവം മോശയുടെ അടുത്ത് പറഞ്ഞു, ഞാൻ നിന്നെ ഒരു കാര്യത്തിനായിട്ട് തിരഞ്ഞെടുക്കാൻ പോവുകയാണ്. അപ്പോൾ എന്ത് കാര്യത്തിനായിരിക്കും മോശനെ ദൈവം തിരഞ്ഞെടുക്കുന്നത്? അവിടെ നടന്ന കാര്യം എന്താണ് എന്ന് വെച്ചാൽ, ഈ ഫറവോൻ്റെ കീഴിൽ ഇസ്രായേൽ മക്കൾ ഒത്തിരി കഷ്ടം അനുഭവിക്കുന്നുണ്ട്. ഒത്തിരി കഷ്ടം ഫറവോൻ്റെ ഈ ജോലിക്കാരും കാര്യങ്ങളും എല്ലാം ഇസ്രായേൽ മക്കളിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. അവർക്ക് കഴിക്കാൻ മര്യാദയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നില്ല, ഭയങ്കരമായിട്ട് അവർ അടിമവേല ചെയ്യുന്നു. ഇതെല്ലാം ഇവരുടെ കരച്ചിലും കാര്യങ്ങളും എല്ലാം ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്നതുകൊണ്ട് ഫറവോൻ്റെ കൊട്ടാരത്തിൽ പോയി ഈ ജനത്തിനെ വിടുവിക്കേണ്ട കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ദൈവം മോശേനെ തിരഞ്ഞെടുക്കുകയാണ് എന്നുള്ള കാര്യമാണ് ദൈവം മോശയോട് ഇവിടെ വെച്ച് പറയുന്നത്. എന്താണ് പറയുന്നത്? ഇസ്രായേൽ മക്കളെ മിസ്രയീം രാജാവായ ഫറവോൻ്റെയും അവൻ്റെ അധികാരത്തിലുള്ള ഓരോ ആൾക്കാരിൽ നിന്നും ഇസ്രായേൽ മക്കളെ രക്ഷിക്കാൻ വേണ്ടി ഒരു ലീഡറിനെ ദൈവം തിരഞ്ഞെടുക്കുകയാണ്. ആ തിരഞ്ഞെടുക്കുന്ന ലീഡറാണ് മോശ. ഇത് ദൈവം പറഞ്ഞു കഴിഞ്ഞപ്പോൾ മോശ ദൈവത്തോട് ചോദിച്ചു, ഇസ്രായേൽ മക്കളെ രക്ഷിക്കാനും ഫറവോൻ്റെ കൊട്ടാരത്തിൽ പോയി ഫറവോനായിട്ടൊക്കെ സംസാരിക്കാൻ എനിക്ക് എന്താ യോഗ്യതയുള്ളത്? എന്തുകൊണ്ടാണ് എന്നെ മാത്രം ഇങ്ങനെ തിരഞ്ഞെടുത്തേ എന്നുള്ള രീതിയിൽ മോശ ദൈവത്തോട് ചോദിച്ചു. അപ്പം ദൈവം പറഞ്ഞു, ഞാൻ നിന്നോട് കൂടെയിരിക്കും, നിൻ്റെ എല്ലാ കാര്യങ്ങളോടും ഞാൻ കൂടെയിരിക്കും. നീ ഇസ്രായേൽ മക്കളെ ഫറവോൻ്റെ അടുത്ത് നിന്ന് വിടുവിച്ച് ഇപ്പം നമ്മൾ സംസാരിക്കുന്ന ഈ പർവ്വതത്തിൽ കൊണ്ടുവന്ന് ഇവിടെ വെച്ച് എന്നെ ആരാധിക്കുമെന്നുള്ള ഒരു കാര്യം ദൈവം മോശയ്ക്ക് അവിടെ വെച്ച് അടയാളമായിട്ട് കൊടുത്തു. അങ്ങനെ ദൈവം മോശയോട് കൽപ്പിച്ചു. ദൈവം മോശയോട് കൽപ്പിച്ചു കഴിഞ്ഞ് അപ്പോൾ മോശ പല ഒഴിവൊഴിവുകളൊക്കെ പറയാൻ നോക്കി. ഞാൻ ഇങ്ങനെ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേൽ മക്കളും ഫറവോനൊക്കെ ഇത് വിശ്വസിക്കുമോ? ദൈവം പറഞ്ഞിട്ടാണ് ഒക്കെ എന്നൊക്കെ എല്ലാ രീതിക്കും അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള എല്ലാ കാര്യങ്ങളും മോശ പറയാൻ നോക്കി. പക്ഷേ ദൈവം പറഞ്ഞ് ഞാൻ നിന്നെ ഇതിനുപയോഗിക്കുമെന്ന് പറഞ്ഞു. തീർത്ത് ദൈവം പറഞ്ഞു കഴിഞ്ഞപ്പോൾ മോശ അത് അനുസരിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ മോശ ശരിക്കും അവിടെ ദൈവത്തിൻ്റെ ശക്തി കാണുകയാണ് ചെയ്തത്. മുൾപ്പടർപ്പിൽ ദൈവം മോശയ്ക്ക് പ്രത്യക്ഷനായി എന്ന് പറയുമ്പോൾ ആ മുൾപ്പടർപ്പ് കത്തിക്കൊണ്ടിരിക്കുകയാണ്. തീ മുൾപ്പടർപ്പിനകത്തുണ്ട്, പക്ഷേ മുൾപ്പടർപ്പ് വെന്ത് നശിച്ചു പോകുന്നില്ല. അപ്പോൾ ദൈവത്തിന് എന്തും ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയാണ് ദൈവം ഈ രീതിയിൽ മോശയുടെ മുന്നിൽ വന്ന് പ്രത്യക്ഷപ്പെട്ടത്. അപ്പോൾ മനുഷ്യരെക്കാളും ദൈവത്തിന് ഒരു ശക്തിയുണ്ട് എന്നുള്ളത് മോശയ്ക്ക് ഇതുമൂലം മനസ്സിലായി. നമ്മൾ വിശ്വസിക്കുന്ന ഈ ദൈവത്തിന് ഇതുപോലെയുള്ള കഴിവുകൾ ഉണ്ട്. പക്ഷെ പലപ്പോഴും മക്കളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് പ്രയാസങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾ ഈ ദൈവത്തിൻ്റെ സന്നിധിയിൽ വരാതെ മറ്റ് പല സ്ഥലങ്ങളിലും പോവും, അല്ലേ? നമ്മൾ ഗൂഗിൾ നോക്കാൻ പോവും, അല്ലെങ്കിൽ വേറെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോവും, ഫാമിലി റിലേറ്റീവ്സിൻ്റെ അടുത്ത് പോവും, മറ്റ് പലയിടത്തും നമ്മൾ പോവും. പക്ഷേ ഇത്ര ശക്തിയുള്ള ദൈവം നമ്മുടെ കൂടെയുള്ളപ്പോൾ പലപ്പോഴും നമ്മൾ ആ ദൈവത്തിൻ്റെ ശക്തി മനസ്സിലാക്കാൻ ശ്രമിക്കാറില്ല. അതുകൊണ്ട് ഇനി മുതൽ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെന്ന് ആ ദൈവത്തിൻ്റെ ശക്തി എത്രമാത്രം വലുതാണ്, എത്ര ശക്തനായ ദൈവത്തെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കുഞ്ഞു പൈതങ്ങൾ എല്ലാവരും
ട്രൈ ചെയ്യണം. അപ്പോൾ അത്ര ശക്തനായ ദൈവത്തിനെ മനസ്സിലാക്കാനും ആ ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ അറിയാനുമുള്ള മാർഗമാണ് നമുക്ക് ദൈവം തന്നിരിക്കുന്ന ബൈബിളും രക്ഷിക്കപ്പെട്ടവർക്ക് ദൈവം കൊടുത്തിരിക്കുന്ന പരിശുദ്ധാത്മാവും. അത് നമുക്ക് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ എത്ര വലിയ പ്രശ്നങ്ങളുണ്ടായാലും ദൈവത്തിൻ്റെ ശക്തി കൊണ്ട് നമുക്ക് അതിനെ മറികടക്കാൻ പറ്റും. അതാണ് ഇന്നത്തെ കഥ. മോശ ഇത്രയൊക്കെ ചെയ്തു, ഇത്തരം കാര്യങ്ങളൊക്കെ ദൈവം പറഞ്ഞത് മോശ കേട്ടു. പക്ഷേ ഇതിനു ശേഷം ഒത്തിരി കാര്യങ്ങൾ മോശയുടെ ജീവിതത്തിൽ സംഭവിച്ചു. അത് ഇനി വരുന്ന ദിവസങ്ങളിൽ നമുക്ക് കഥയായിട്ട് കേൾക്കാം. അങ്ങനെ മോശേനെ ദൈവം ഇവിടെ തിരഞ്ഞെടുത്തു. അപ്പോൾ അതായിരുന്നു ഇന്നത്തെ കഥ. കഥ ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. സോ അടുത്ത കഥയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ശുഭരാത്രി. ബായ്.